ഒരു BJP നേതാവ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മീഡിയയിലൂടെ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിക്കെതിരൊരു ആരോപണം ഉന്നയിച്ചു. വിവാദ കമ്പനിയായിട്ടുള്ള ഓയാസിസിൻ്റെ ബ്രൂവറിയുടെ അവരിൽ നിന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 1 കോടി രൂപ വന്നു എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതും ഒരു നേതാവ് 25 ലക്ഷം വാങ്ങിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആ നേതാവിനോട് ഒരു കാര്യം എല്ലാ ബഹുമാനം നിർത്തി പറയട്ടെ. അദ്ദേഹം ആരോപണം ഉന്നയിച്ചെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം തെളിയിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കും. ഈ OICC എന്ന ബ്യൂറി കമ്പനിയിൽ നിന്ന് 1 രൂപ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ പൊതുജീവിതം അവസാനിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവണം. അല്ലാതെ കാടിളക്കിക്കൊണ്ട് അവരുടെ പാർട്ടിയെ പോലെ മറ്റു പാർട്ടി കാണുകയും അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു തെളിവുമില്ലാതെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഗ്രൂപ്പീസും ഉണ്ടാവാം, അതിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ അദ്ദേഹം ആ പത്രമാധ്യമത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാവാം. പക്ഷെ എന്തിനത് മറ്റു പാർട്ടികളുടെ മേലിൽ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വന്നു എന്ന് അദ്ദേഹം തെളിയിക്കാൻ കഴിഞ്ഞാൽ 100% ഞാൻ പൊതുജീവിതം അവസാനിക്കും. അല്ലെങ്കിൽ അദ്ദേഹം പൊതുജീവിതം അവസാനിക്കാൻ തയ്യാറാണ്. പിന്നെ ഞാൻ 47 വർഷമായി. ഞാൻ 87 അസംബ്ലി മത്സരിച്ചവരാണ്. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ രാഷ്ട്രീയത്തിൽ ലൈവ് ഇതുണ്ട്. എന്നെ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരു ഉത്തരവാദിത്ത പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. ജില്ലാ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് 100% എനിക്ക് നിങ്ങളുടെ ഇത് പറയേണ്ടി വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വന്നു, അല്ലെങ്കിൽ 1 കോടി 1 കോടിയിൽ അതിനപ്പുറം വന്നോ എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹം. തെളിയിക്കാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പോയി ആൾ കാണാനല്ലോ. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാത്തവൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് വിടാൻ പറയേണ്ട കാര്യമില്ല. അതറിയുന്നവനെ അത് വിടാൻ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവണമല്ലോ. ഞങ്ങളുടെ കയ്യിൽ 1 കോടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ? പിന്നെ ഒന്നും അക്കൗണ്ടും അറിയില്ല, വന്നതും അറിയില്ല, ചെയ്തും അറിയില്ല. അങ്ങനെയുള്ള പാർട്ടിയല്ല അത്. ഞങ്ങളുടെ 1 രൂപ വന്നതിൻ്റെ കണക്കുണ്ട്, അതവിടെയുണ്ട്. ഞങ്ങൾക്ക് ഈ പണിയും പിന്നെ കള്ളക്കടത്തുകാരുടെ പിന്നാലെ പോകുന്ന പണി കോൺഗ്രസ് പാർട്ടിക്ക് എന്നുമില്ല, എന്നുമില്ല. ഒരു സംശയം വേണ്ട, അദ്ദേഹം ഇത് ഏറ്റെടുക്കട്ടെ. ഞാൻ തെളിയിക്കാമെന്ന് പറയാൻ തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അതല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മറ്റെല്ലാവരും ആലോചിച്ചിട്ട് അതെന്താ വേണ്ട പോകാൻ വഴി സ്വീകരിക്കും. അതെങ്ങനെയാണ് പോകില്ല, പോവും, ഉറപ്പാണ്. അതിൽ ഒരു കാര്യം, DCC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞാൽ അതിന് ഇത് പ്രസിഡന്റ് ഓറിയ പാർട്ടിയാണ്. അത് ഏതാണെങ്കിൽ അത് പ്രസിഡന്റാണ് തലവൻ. ഇവിടെ അവസാനത്തെ വാക്ക് പറയുന്നത് പാലക്കാട് ജില്ല, ഏത് ജില്ലയിലും അവസാനത്തെ വാക്ക് പറഞ്ഞാൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാനത്ത് KPC പ്രസിഡന്റുമാണ്. സ്വാഭാവികമായിട്ടും അത് ഞാൻ തന്നെയാണ് മറുപടി പറയേണ്ടത്. എല്ലാം വേണ്ട, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. 1 കോടി വന്ന കണക്ക് അയാളുടെ ഇരുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ വെളിപ്പെടുത്തുന്ന കാര്യം എന്താ? അയാളുടെ കയ്യിലുണ്ടല്ലോ. നിങ്ങൾ ചോദിക്കാറുന്നില്ലേ? കാണിക്കണം. DCCക്ക് വന്ന അക്കൗണ്ട് പുറപ്പെടുത്താൻ പറഞ്ഞാൽ ഇടട്ടെ. അയാളുടെ കയ്യിലില്ലാണ്ട് ആൾ വെളിപ്പെടുത്താൻ പാടില്ലല്ലോ. അയാളുടെ കയ്യിലുണ്ടല്ലോ, അത് വെളിപ്പെടുത്തട്ടെ.